Write a short note about the contribution of Saint Simon, or write a short note about Saint Simon and his positive philosophy എന്ന ഒരു ചോദ്യം ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ഫ്രഞ്ച് തത്വചിന്തകനായിരുന്ന സെയിൻറ്റ് സൈമൺ. ആധുനിക വ്യാവസായിക സമൂഹത്തിന് യോജിച്ച അന്വേഷണ രീതികൾ രൂപപ്പെടുത്തിയത് സെയിൻറ്റ് സൈമൺ ആയിരുന്നു. ആധുനിക സമൂഹത്തിലെ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ ദാർശനികവും മതപരവുമായ വിശദീകരണങ്ങൾ പോരാ എന്നും ശാസ്ത്രീയമായ രീതികൾ വികസിപ്പിച്ചെടുക്കണമെന്നും വാദിച്ചവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു സെയിൻറ്റ് സൈമൺ. പരീക്ഷണവും നിരീക്ഷണവും അടക്കമുള്ള അന്വേഷണ രീതികൾ വിവരശേഖരണത്തിന് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് തുടക്കമിട്ടതും സെയിൻറ്റ് സൈമണാണ്. അഗസ്റ്റി കോംതയുമായി ചേർന്ന് സോഷ്യൽ ഫിലോസഫി എന്ന വിജ്ഞാന ശാഖയ്ക്ക് തുടക്കമിട്ടതും സെയിൻറ്റ് സൈമണായിരുന്നു. സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിജ്ഞാനമാണ് സോഷ്യൽ ഫിലോസഫിയുടെ ഉള്ളടക്കം. വാസ്തവികതാവാദം അഥവാ പോസിറ്റിവിസം എന്ന ശാസ്ത്രീയ വിശകലന രീതി വികസിപ്പിച്ചെടുത്തതും സെയിൻറ്റ് സൈമണാണ്. മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തിന് 3 ഘട്ടങ്ങളുണ്ടെന്നും അവ തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ് എന്നിവയാണെന്നും ദൈവശാസ്ത്രപരമായ ഘട്ടം, അതിഭൗതിക ഘട്ടം, ശാസ്ത്രീയമായ ഘട്ടം എന്നിവയാണെന്നും ആദ്യം പറഞ്ഞത് സെയിൻറ്റ് സൈമണാണ്. മധ്യകാലഘട്ടത്തിൽ മതപുരോഹിതന്മാരും പ്രഭുക്കന്മാരുമായിരുന്നു സമൂഹത്തെ നയിച്ചിരുന്നതെങ്കിൽ വ്യാവസായിക യുഗത്തിൽ ഈ കടമ നിർവഹിക്കേണ്ടത് ശാസ്ത്രജ്ഞരും വ്യാവസായികളുമാണെന്ന അഭിപ്രായമാണ് സെയിൻറ്റ് സൈമൺ മുന്നോട്ട് വച്ചത്. ശാസ്ത്രീയ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്ന പോസിറ്റീവ് ഫിലോസഫിക്ക് രൂപം നൽകിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടതായ സംഭാവനയാണ്. സാമൂഹിക ശാസ്ത്രത്തിൻ്റെ രൂപീകരണത്തിൽ വിലപ്പെട്ട സംഭാവനയാണ് സെയിൻറ്റ് സൈമൺ നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ വിപുലീകരിക്കുകയും അവയിലെ ഉട്ടോപ്യൻ ആശയങ്ങൾ നീക്കം ചെയ്ത് ആധുനിക സമൂഹത്തിന് യോജിച്ചവയാക്കുകയാണ് അഗസ്റ്റി കോംതും അതുപോലെ തന്നെ എമിലി ഡർഖെം തുടങ്ങിയ സാമൂഹിക തത്വചിന്തകർ ചെയ്തത്. സോഷ്യോളജി എന്ന പേരിൽ പുതിയ സാമൂഹിക വിജ്ഞാന ശാഖ വികസിച്ചു വരുന്നതിൽ നവോത്ഥാന ചിന്തകർക്കും വ്യാവസായിക യുഗത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്ത എല്ലാ യൂറോപ്യൻ ചിന്തകർക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. എമിലി ഡർഖെമിനെ പോലെയുള്ള സാമൂഹ്യശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പ്രധാന ഉപജ്ഞാതാവ് സെയിൻറ്റ് സൈമൺ ആണ് എന്നതാണ്. ഈ വാക്കുകൾ തന്നെ സെയിൻറ്റ് സൈമണ് അവരെത്രമാത്രം പ്രാധാന്യമാണ് ഈ രംഗത്ത് കൽപ്പിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഇനി നമുക്ക് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായ അഗസ്റ്റേ കോംതെയെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. നമുക്കറിയുന്നത് പോലെ തന്നെ അഗസ്റ്റേ കോംതിനെ സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് കണക്കാക്കുന്നത്. സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ന പദം ആദ്യമായി സമൂഹശാസ്ത്ര രംഗത്ത് അവതരിപ്പിച്ചതും അഗസ്റ്റേ കോംതാണ്. 1798 1857 കാലഘട്ടത്തിലാണ് അഗസ്റ്റേ കോംതെ ജീവിച്ചിരുന്നത്. ഫ്രഞ്ച് വിപ്ലവാനന്തര കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന വിശ്വപ്രസിദ്ധനായ തത്വചിന്തകനും സാമൂഹ്യശാസ്ത്രകാരനുമായിരുന്നു അഗസ്റ്റേ കോംതെ. വിവിധങ്ങളായ ആശയങ്ങൾ സമൂഹത്തിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾക്ക് ഒരു ശാസ്ത്രശാഖ ആവശ്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അപ്പം അതിനുവേണ്ടി ഒരു ശാസ്ത്രശാഖ തന്നെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. എല്ലാത്തിനും അവയുടെ വളർച്ചയ്ക്ക് ഒരു ശാസ്ത്രം ആവശ്യമാണ് എന്നതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഒരു ശാസ്ത്രം ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനായി പ്രയത്നിച്ച പ്രധാന സാമൂഹ്യശാസ്ത്രകാരനാണ് അഗസ്റ്റേ കോംതെ. അങ്ങനെ രൂപപ്പെടുത്തിയ പുതിയ ശാസ്ത്രശാഖയ്ക്ക് സോഷ്യൽ ഫിസിക്സ് എന്നാണ് അദ്ദേഹം ആദ്യം നാമകരണം ചെയ്തത്, സാമൂഹിക ഭൗതിക ശാസ്ത്രം. എന്നാൽ അഡോൾഫ് ക്വറ്റ്ലെറ്റ് എന്ന ബെൽജിയൻ സാമൂഹിക പണ്ഡിതൻ ചില സാമൂഹിക സ്ഥിതിവിവര കണക്കുകൾ എൻ എസ്സേ ഓൺ സോഷ്യൽ ഫിസിക്സ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ കോംതെ തൻ്റെ പുതിയ ശാസ്ത്രശാഖയെ
സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ന് പുനർനാമകരണം ചെയ്തു. ലാറ്റിൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമുള്ള രണ്ട് പദങ്ങൾ ചേർന്നാണ് സോഷ്യോളജി എന്ന വാക്ക് രൂപം കൊണ്ടത്. സോഷ്യസ് എന്ന ലാറ്റിൻ പദവും ലോഗോസ് എന്ന ഗ്രീക്ക് പദവും ചേർന്നാണ് സോഷ്യോളജി അഥവാ സമൂഹശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടത്. സോഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം സൊസൈറ്റി എന്നും ലോഗോസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം നോളജ് അഥവാ ശാസ്ത്രം എന്നുമാണ്. അങ്ങനെ സോഷ്യോളജി സമൂഹത്തിൻ്റെ ശാസ്ത്രം എന്ന അർത്ഥത്തിലാണ് പ്രചാരത്തിൽ വന്നത്. അപ്പോൾ സമൂഹശാസ്ത്രം എന്ന പദം രൂപപ്പെടുത്തിയതും അഗസ്റ്റേ കോംതെ ആണ്. അദ്ദേഹം തൻ്റെ കാലഘട്ടത്തിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ള എല്ലാ ചിന്താഗതികളെയും പരിശോധിക്കുകയും അവയെ ഒരു പുതിയ രീതിയിൽ വികസിപ്പിക്കുകയും ചെയ്തു. ഈ ഉദ്യമത്തിൽ അരിസ്റ്റോട്ടിൽ, മോണ്ടെസ്ക്യൂ, കോന്തോർസെ, ഡേവിഡ് ഹ്യൂം, ഇമ്മാനുവൽ കാന്റ്, ഹെഗൽ എന്നിവരുടെ വീക്ഷണങ്ങൾ അദ്ദേഹം ക്രോഡീകരിക്കുകയും അവയെ അടിസ്ഥാനമാക്കി ഒരു ശാസ്ത്രീയ വീക്ഷണം വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് സാമൂഹിക വിശകലനത്തിനും വിജ്ഞാന വളർച്ചയ്ക്ക് യോജിച്ച ഒരു പുതിയ വീക്ഷണഗതി ആദ്യമായി രംഗപ്രവേശം ചെയ്തത്. അഗസ്റ്റേ കോംതെ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം ദ ലോ ഓഫ് ദി 3 സ്റ്റേജസ് അഥവാ 3 ഘട്ടങ്ങളുടെ നിയമം എന്നുള്ളതാണ്. സവിശേഷങ്ങളായ 3 ഘട്ടങ്ങളിൽ കൂടി കടന്നാണ് സാമൂഹിക ചിന്ത ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. സമൂഹവും മനുഷ്യൻ്റെ ചിന്തയും വളർന്നു വികാസം പ്രാപിച്ചത് 3 ഘട്ടങ്ങളിലൂടെയാണ്. മനുഷ്യ മനസ്സിൻ്റെ വികസനത്തിൻ്റെ ഈ 3 ഘട്ടങ്ങൾ സാമൂഹിക ചിന്തയിലും സാമൂഹിക ഘടനയിലും മാറ്റങ്ങൾ വരുത്തി. ഓരോ ഘട്ടവും തൊട്ടു മുമ്പുള്ള ഘട്ടങ്ങളെക്കാൾ ഉന്നതമായ ചില ചിന്ത പ്രദാനം ചെയ്യുന്നുണ്ട്. മനുഷ്യ സമൂഹത്തിൻ്റെ വികാസം പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയി എന്നാണ് അഗസ്റ്റേ കോംതെ അഭിപ്രായപ്പെടുന്നത്. ഈ 3 ഘട്ടങ്ങളെ അദ്ദേഹം ദൈവശാസ്ത്രപരമായ ഘട്ടം അഥവാ തിയോളജിക്കൽ സ്റ്റേജ് എന്നും അതിഭൗതിക ഘട്ടം അഥവാ മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്നും വാസ്തവിക ഘട്ടം അഥവാ പോസിറ്റീവ് സ്റ്റേജ് എന്നും 3ആയി തരംതിരിച്ചു. ഈ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഘട്ടം ദൈവശാസ്ത്രപരമായ ഘട്ടം അഥവാ തിയോളജിക്കൽ സ്റ്റേജ്. ദൈവശാസ്ത്രപരമായ കാലഘട്ടത്തിലെ സാമൂഹിക ഘടനയുടെ സവിശേഷത അത് പട്ടാള ചിട്ടയുള്ളതും പൗരോഹിത്യ മേൽക്കോയ്മ ഉള്ളതുമായിരുന്നു. ഇത്തരം പട്ടാള ചിട്ടയിലൂടെയാണ് സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് നിലനിർത്തിയിരുന്നതും സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വിപുലീകരിച്ചു കൊണ്ടിരുന്നതും. ഈ ഘട്ടത്തിലെ സാമൂഹിക ചിന്തകളെ നിയന്ത്രിച്ചിരുന്നത് വികാരങ്ങളും ഭാവനകളുമായിരുന്നു. ഇവയിൽ മാറ്റം വന്നത് ഏകദൈവ വിശ്വാസം സമൂഹത്തിൽ പ്രചരിച്ചത് മൂലമാണ്. എല്ലാ വസ്തുക്കളിലും ഈശ്വര സാന്നിധ്യമുണ്ടെന്നുള്ള വിശ്വാസം ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈശ്വരനെ മനുഷ്യരൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ടുള്ള ചിന്തകളാണ് 2ാം ഘട്ടത്തിൽ ഉടലെടുത്തത്. ഒന്നിലേറെ ദൈവിക ശക്തികളെ ആരാധിക്കുന്ന രീതിയും പിന്നീട് ഏകദൈവ വിശ്വാസവും സമൂഹത്തിൽ നിലവിൽ വന്നു. ദൈവശാസ്ത്ര ഘട്ടത്തിൽ മനുഷ്യൻ്റെ എല്ലാവിധത്തിലുള്ള അന്വേഷണങ്ങൾക്കും അടിസ്ഥാനമായിരുന്നത് ചില തോന്നലുകളും ഭാവനകളുമായിരുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെ നോക്കിക്കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളെയും നോക്കിക്കൊണ്ടിരുന്നതും ഇത്തരം ഭാവനാത്മകമായ അറിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. കാൽപ്പനിക കഥകളും ഭൗതികേതര ശക്തിയിലുള്ള വിശ്വാസവുമാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ചിന്തയെ നിയന്ത്രിച്ചിരുന്നത്. അവയിലൂന്നിയ പ്രപഞ്ച വീക്ഷണമായിരുന്നു ആദിമ മനുഷ്യൻ്റേത്. ഈ കാലഘട്ടത്തിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ വിശദീകരിക്കുവാൻ അഭൗമശക്തികളായ പ്രകൃതി ശക്തികളെ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ വിശദീകരിക്കുവാൻ അഭൗമശക്തികളെയാണ് മനുഷ്യൻ കൂട്ടുപിടിച്ചത്. പ്രകൃതി പ്രതിഭാസങ്ങളെ ഭയത്തോടു കൂടിയാണ് അത്ഭുതത്തോടു കൂടിയാണ് അക്കാലഘട്ടത്തിലെ മനുഷ്യൻ വീക്ഷിച്ചത്. അപ്പോൾ ആ സമൂഹത്തിലെ മനുഷ്യൻ്റെ അറിവ് വളരെ പരിമിതമായിരുന്നു. അവന് യാതൊരു തരത്തിലുള്ള യുക്തിചിന്തയും ഉണ്ടായിരുന്നില്ല. അന്ന് നിലവിലുണ്ടായിരുന്ന ആരാധനകളെയും വിശ്വാസങ്ങളെയും ഭൂമിക്കപ്പുറമുള്ള മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉടലെടുക്കുന്നതിന് വഴിതെളിയിക്കുകയും ചെയ്തു. ഈ ബാഹ്യലോകത്തുള്ള ശക്തികളാണ് ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസമാണ്
ദൈവശാസ്ത്ര ഘട്ടത്തിൽ മനുഷ്യന് ഉണ്ടായിരുന്നത്. ദൈവശാസ്ത്ര ഘട്ടത്തെ തന്നെ കോംതെ മൂന്നായി തരംതിരിച്ചു. അലൗകിക വിശ്വാസവാദം അഥവാ ഫെറ്റിഷിസം. ഈ രീതി അനുസരിച്ച് പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളിലും സചേതനങ്ങളിലും അചേതനങ്ങളിലും ഒരു ശക്തി കുടിയിരിക്കുന്നു എന്ന വിശ്വാസം. ശിലകൾ, വൃക്ഷങ്ങൾ, നദികൾ എന്നിങ്ങനെ എല്ലാ പ്രകൃതി വസ്തുക്കളിലും മാന്ത്രിക ശക്തിയുള്ള ചൈതന്യമുണ്ടെന്നുള്ള വിശ്വാസമാണ് നിർജീവ തത്വവാദം അഥവാ ആനിമിസം എന്നും ഇത്തരം ദർശനങ്ങളെ വിളിക്കുന്നു. രണ്ടാമത്തേത് ബഹുദൈവവാദം അഥവാ പോളിത്തീസം എന്നുള്ളതാണ്. എല്ലാ പ്രകൃതി ശക്തികളെയും ആരാധിക്കുക എന്ന രീതി ഉടലെടുത്തത് എല്ലാ വസ്തുക്കളിലും മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ശക്തികളുണ്ടെന്ന്, അവയ്ക്ക് മനുഷ്യജീവിതത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ടെന്നുമുള്ള വിശ്വാസത്തിൽ നിന്നാണ്. മാനവചിന്തയുടെ ഉയർന്ന ഒരു തലത്തിലാണ് ബഹുദൈവ വിശ്വാസം ഉടലെടുക്കുന്നത്. അതിനുശേഷമാണ് ഏകദൈവ വിശ്വാസം അഥവാ മോണോത്തീസം നിലവിൽ വരുന്നത്. സാമൂഹിക പുരോഗതിയുടെ ഒരു ഘട്ടത്തിൽ ദൈവങ്ങളുടെ എണ്ണം പെരുകുകയും ആരാധനാ രീതിയിലുള്ള വൈവിധ്യം മൂലം തങ്ങളെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കരുതുന്ന ദൈവങ്ങളെ മാത്രം ആരാധിക്കുന്ന ഒരു രീതി ഉടലെടുക്കുകയും ചെയ്തു. മനുഷ്യചിന്തയുടെ ഒരു ഉയർന്ന തലത്തെയാണ് ഈ ഘട്ടം പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ദൈവശാസ്ത്രപരമായ ചിന്ത കാലം ചെല്ലുന്തോറും കൂടുതൽ യുക്തിഭദ്രമായി മാറിക്കൊണ്ടിരുന്നു. അതിഭൗതിക കാലഘട്ടത്തിൻ്റെ അവസാന കാലത്തോടുകൂടി അല്ലെങ്കിൽ അതിഭൗതിക കാലഘട്ടത്തോടുകൂടി മനുഷ്യൻ്റെ യുക്തിചിന്ത വളരാനായി തുടങ്ങി. മനുഷ്യ സമൂഹം കുറേ കൂടി കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളെ വിലയിരുത്താനും പരിശോധിക്കാനും സമീപിക്കാനുമൊക്കെ തുടങ്ങുന്ന രീതിയിൽ സമൂഹത്തിൽ പതുക്കെ പരിഷ്കാരം വന്നു ചേരുക ആയിരുന്നു.